ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ, വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ. മൊഴിനേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ, മൊഴിനേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ. ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ, ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ. പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ, വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ, വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. അന്ത്യനാൾ സമീപിക്കും വിശ്വാസത്യാഗം സംഭവിക്കും, അന്ത്യനാൾ സമീപിക്കും വിശ്വാസത്യാഗം സംഭവിക്കും. സ്നേഹം കുറഞ്ഞിടും സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും, സ്നേഹം കുറഞ്ഞിടും സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും. പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ, പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു ആനന്ദ കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ, വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടാൻ ഇടവരട്ടെ. ഒരു പ്രാവശ്യം കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ തിരുവചനത്തിൻ്റെ മുമ്പാകെയായിരിക്കാൻ, തിരുവചനം കേൾക്കുവാൻ പറയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, കർത്താവ് ദുഃഖത്തോടു കൂടി ചോദിക്കുകയാണ്, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ ഭാഗം നമുക്ക് പരിചിതമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-11 മുതൽ 19 വരെ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ അനുഭവമാണ് നാം കാണുന്നത്. കർത്താവ് അവസാനമായി ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം മുതലാണ് നാം കാണുന്നത്. ഗ്രാമങ്ങളും പട്ടണങ്ങളും താണ്ടി ഈ ശമരിക്കും ഗലീലയ്ക്കും ഇടയ്ക്ക് ഒരു ഗ്രാമത്തിൽ വരുന്നു. അപ്പോൾ 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ വിളിച്ചപേക്ഷിക്കുകയാണ്, ഉച്ചത്തിൽ അപേക്ഷിക്കുകയാണ്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. അന്നത്തെ കുഷ്ഠരോഗികൾ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ബഹിഷ്കരിക്കപ്പെട്ടവരാണ്. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൽ കുഷ്ഠരോഗികൾ എങ്ങനെയായിരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരുടെ വസ്ത്രം കീറിക്കളയണം, അവർ തല മൂടാതിരിക്കണം,
അധരം മൂടിക്കൊണ്ടിരിക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര ദയനീയമായ അവസ്ഥയാണ്. യേശു തൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ, പിശാച് അടിമകളാക്കി വച്ചിരിക്കുന്ന മനുഷ്യരെ നോക്കി മനസ്സലിഞ്ഞു. യേശു അവരെ കണ്ടു, അവരുടെ പ്രാർത്ഥന കേട്ടു, പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന്. എല്ലാവരും അതുപോലെ അനുസരിച്ചു. പുരോഹിതരെ കാണിപ്പാൻ പുറപ്പെട്ടു. അവർ യാത്ര പോകയിൽ തന്നെ സൗഖ്യം പ്രാപിച്ചെന്നാണ് നാം വായിക്കുന്നത്. എത്ര അത്ഭുതകരമാണ്. പക്ഷേ ഒരാൾക്ക് ഒരു സുബോധം കിട്ടി, അദ്ദേഹത്തിനൊരു ഉൾവെളിവ് കിട്ടി. ഞാൻ ആരായിരുന്നു? എന്താണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്? എന്നെ സൗഖ്യമാക്കിയത് ആരാണ്? പിന്നെ തിരിഞ്ഞോടുകയാണ്. മറ്റുള്ളവരോട് പറഞ്ഞു കാണും, മറ്റുള്ളവരെ വിളിച്ചു കാണും. പക്ഷേ ഇദ്ദേഹം മാത്രം കർത്താവിൻ്റെ അടുത്തേക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ വഴിയിൽ കമിണ്ണു വീണു എന്നാണ്. സാഷ്ടാംഗം വീണു കിടക്കുന്ന മനുഷ്യൻ തന്നെ മുഴുവനായി അർപ്പണം ചെയ്ത് തനിക്ക് ചെയ്തതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറയുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ഓടി കവിണ്ണു വീണു, നന്ദി പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ നടന്ന് അകലെ പോകുന്ന 9 പേരെ നോക്കി. 10 പേരും യേശുവിൻ്റെ അകലെയായിരുന്നു. പക്ഷേ ഒരാൾക്ക് മാത്രം ഒരു കൃപ ലഭിച്ചു, യേശുവിൻ്റെ അടുത്ത് വരുവാൻ, ആ പൊന്നുപാദം മുത്തുവാൻ. ബാക്കി 9 പേരും അവർ യഹൂദന്മാരായിരുന്നു, യേശുവിൻ്റെ സ്വന്തം ജനത്തിൽപ്പെട്ടവരായിരുന്നു. നാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവന് കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരം ഒന്നും തിരിച്ചറിയാതെ അവർ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പിന്നെയും അകന്നകന്നു പോവുകയാണ്. അവർ സന്തോഷത്തോടെയാണ് പോകുന്നത്. കണ്ണിൽ കാണുന്നവരോടൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം, യേശു ഞങ്ങളെ സുഖപ്പെടുത്തി. പക്ഷേ അവർ മോശയുടെ ന്യായപ്രമാണപ്രകാരം ഈ പുരോഹിതന്മാർ, ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു നീണ്ട നിര കാണാം. പ്രായശ്ചിത്ത യാഗങ്ങൾ എല്ലാം ചെയ്ത് ആ പുരോഹിതന്മാരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം അവർക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാകുവാൻ. അതിൽ സന്തോഷത്തോടെ യേശു ഞങ്ങളെ സുഖപ്പെടുത്തി, ഞങ്ങൾ വിളിച്ചു, അപേക്ഷിച്ചു, യേശു പ്രാർത്ഥന കേട്ടു എന്നെല്ലാം പറഞ്ഞായിരിക്കും അവർ പോകുന്നത്. പക്ഷേ കർത്താവ് ദുഃഖത്തോടെ നോക്കി, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? പ്രിയരെ, നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ആ ഒരു ശമര്യക്കാരൻ്റെ കൂട്ടത്തിലാണോ, അതെയോ 9 പേരുടെ കൂട്ടത്തിലാണോ സ്വർഗത്തിലെ ദൈവം നമ്മെ കാണുന്നത്? നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന അഗ്നിജ്വാലക്കത്താൽ കണ്ണോട് കൂടിയവൻ ഇന്ന് നമ്മെ നോക്കിയാൽ നാം ഏത് പക്ഷത്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ആ വാക്യം എടുത്ത് കർത്താവ് പറയുകയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. പ്രിയരെ, നമ്മെ നോക്കി ഒരിക്കലും നമ്മുടെ സ്നേഹസമ്പന്നനായ ദൈവം, സ്നേഹസമ്പന്നനായ കരുണയുള്ള കർത്താവ് അങ്ങനെ പറയാൻ ഇടവരരുത്. ഈ ഒരാൾ ശമര്യക്കാരനായിരുന്നു. ആ യഹൂദ റബിയുടെ അടുത്ത് പോകാൻ യോഗ്യതയില്ല എങ്കിലും അവൻ കമിണ്ണ് വീണ് കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് സ്നേഹമസൃണമായ വാക്കുകൾ, ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 പേർക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ ഒരാൾക്ക് മാത്രം നിത്യരക്ഷ കിട്ടി, നിത്യജീവൻ കിട്ടി. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു. അവനൊരു ഉൾവെളിവ് കിട്ടി, സുബോധം കിട്ടി. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം കാണുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, എൻ്റെ കയ്യിൽ നിന്ന് അവരെ വേർപിരിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. എത്ര സൗഭാഗ്യപരമായ അവസ്ഥയാണ് നല്ല ഇടയനും ആടുകളുമായിട്ടുള്ള ബന്ധം. ആ ആടുകളുടെ കൂട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കരുണയുള്ള കർത്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ സ്നേഹസമ്പന്നനായ ആ നല്ല ഇടയൻ്റെ കൈക്കീഴായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും
അതുപോലെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒന്ന്, നാം അറിയണം നാം ആരാണ് എന്ന്. പിന്നെ നാം അറിയണം യേശു ആരാണെന്ന്. അതാണ് ഒരു സുബോധം കിട്ടുക എന്ന് വെച്ചാൽ. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൽ ശീമോൻ പത്രോസ് കർത്താവ് ചോദിച്ചപ്പോൾ ആ പടക് നീക്കിയിട്ട് കൊടുത്തു. ആ പടകിൽ ചവിട്ടി നിന്നുകൊണ്ട് കരുണയുള്ള കർത്താവ് വചനം കൊടുത്തു. ഏറ്റവും അവസാനം ശീമോൻ പത്രോസിനോടും പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശുവിനെന്ന്. ശീമോന് ഒരു പ്രത്യാശയും ഉണ്ടായിരുന്നു കാണൂല. ശീമോൻ പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം. ആ നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് ആ ഒരു താണ് അവൻ വലയിറക്കിയപ്പോൾ വല നിറയെ മത്സ്യം കിട്ടിയെന്ന് നാം വായിക്കുന്നു. ആ അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ അവനൊരു സുബോധം കിട്ടി. ആരുടെ അടുത്താണ് ഞാൻ വന്നു നിൽക്കുന്നത്? ഉടനെ ആ കാൽപാദത്തിൽ കമിഴ്ന്നു വീണു. അവന് മനസ്സിലായി കർത്താവാണെന്ന്. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ മീനുളുമ്പ് നാറുന്ന പടകിൽ ഈ മഹാഭാവിയായ എന്നിൽ ചവിട്ടി നിൽക്കുവാൻ, ഈ പടകിൽ ചവിട്ടി നിൽക്കുവാൻ എനിക്കൊരു യോഗ്യതയില്ല കർത്താവേ. അത് മതി പ്രിയപ്പെട്ടവരെ. ആ ഒരു എളിമയുള്ള ഹൃദയം, ആ തകർന്നും നുറുകിയുമായ ഹൃദയം നമുക്കുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ, മീൻ പിടിച്ചുകൊണ്ടിരുന്ന നിന്നെ, ഇതുവരെയും ജീവനുള്ള മീനെ കൊന്ന് ജീവിച്ചുകൊണ്ടിരുന്ന നിന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കുമെന്ന്. ആത്മാവിൽ മരിച്ചു കിടന്ന മനുഷ്യരെ ജീവനുള്ളവരാക്കി തീർക്കുമെന്ന് വലിയൊരു നിയോഗം കൊടുത്ത് പ്രിയപ്പെട്ടവരെ ഒരു സുബോധം കിട്ടി. അത്രയ്ക്ക് തന്നെ നമുക്കും പ്രിയപ്പെട്ടവരെ ഈ സുബോധം കിട്ടുവാൻ നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കണം. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. എഫേസ്യ സഭ നല്ല ആത്മനിറവുള്ള സഭയാണ്, ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന സഭയാണ്. പക്ഷെ ആ സഭയ്ക്ക് വേണ്ടിയിട്ടും പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ പരിജ്ഞാനപ്രകാരം ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കൊടുക്കണമേ. പിന്നെ എന്താ രണ്ടാമത്തെ പ്രാർത്ഥന? അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് തങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നത് എന്നറിയുവാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കണം. നമ്മുടെയും പ്രാർത്ഥനാ വിഷയമായിരിക്കണം. നമ്മെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. നമ്മെ കർത്താവ് തൻ്റെ തിരുരക്തത്താൽ പാപങ്ങളെല്ലാം കഴുകി തന്നു. ആ ഒരു നന്ദി നിറഞ്ഞ ഹൃദയം നമുക്കുണ്ടോ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? കർത്താവേ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിച്ച് തരണമേ. അവിടുന്ന് ഞങ്ങളിലൂടെ കണ്ട എന്താണോ അവിടുന്ന് ഞങ്ങളിലൂടെ കണ്ടത്, എന്താണോ അവിടുന്ന് ഞങ്ങളിലൂടെ കണ്ട ശുശ്രൂഷ, അത് നിർവഹിക്കാനുള്ള ഭാഗ്യം തരണമേ. നമുക്ക് താണ് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ദാവീദ് 116-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യത്തിൽ പാടുന്നുണ്ട്, യഹോവേ, നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും. ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനത്തിന് മുമ്പാകെ കഴിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ. എന്താണ് ദാവീദിന് ചെയ്ത ഉപകാരം? ദാവീദ് വെറും ആട്ടിടയനായ ദാവീദിനെ ആ മേച്ചിൽപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന സിംഹാസനത്തിലിരുത്തിയതാണോ? രാജാവാക്കിയതാണോ? പട്ടുമെത്തയിൽ കിടത്തിയതാണോ? അനേകം ഭാര്യമാരെ കൊടുത്തതാണോ? സൈന്യ സന്നാഹങ്ങളെ കൊടുത്തതാണോ? ഒന്നുമല്ല. അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവേ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു. ദൈവം ദാവീദിന് ചെയ്തത് എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും ദൈവം എന്താണ് പ്രിയപ്പെട്ടവരെ കരുണയുള്ള കർത്താവ് ചെയ്തു തന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി നൽകി. അത്രയ്ക്ക് നമ്മെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ. നമുക്ക് നിത്യജീവൻ തരുവാൻ, നമ്മെ സ്വർഗത്തിലെത്തിക്കുവാൻ ആ നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ യേശുവിനോടുള്ള നന്ദി കൊണ്ട്, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞാണോ ഇരിക്കുന്നത്? ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന് എന്താണ് ചെയ്തു കൊടുത്തത്? യഹോവേ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നിത്യമായ മരണത്തിൽ നിന്നും രക്ഷിച്ചു. എബ്രായർക്കെഴുതിയ ലേഖനം
2:14 നാം വായിക്കുന്നു, നാം കാണുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പ്രിയരെ, നമുക്ക് വേണ്ടി കരുണയുള്ള കർത്താവ് ചെയ്തത് എന്താണ്? ദൈവസ്വരൂപത്തിലിരിക്കെ ആ മഹത്വം മാറ്റിവെച്ചിട്ട് ദാസനായി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. നാം ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് വഴിതെറ്റിപ്പോയ തൻ്റെ പ്രിയപ്പെട്ട ജനം, നാം ഓരോരുത്തരും പിശാചിൻ്റെ കയ്യിലായിപ്പോയ, അവൻ നമ്മുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നമ്മുടെ ആത്മാവിനെ കൊന്ന് അവൻ്റെ അടിമത്തത്തിലാക്കിയ, മരണഭീതിയാൽ അവൻ്റെ അടിമകളായിപ്പോയ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ കരുണയുള്ള കർത്താവ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ സുഖദുഃഖങ്ങളിൽ അവ എല്ലാം അവിടുന്ന് അനുഭവിച്ചു. സാധാരണക്കാരനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഘോര മരണത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 1 കൊരിന്ത്യർ 15:55 നാം വായിക്കുന്നു, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ മരണത്തെ വെല്ലുവിളിക്കത്തക്കവണ്ണം, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, ആ വിഷമുള്ളിനെയാണ് കരുണയുള്ള കർത്താവ് ക്രൂശിൽ ഒടിച്ചു കളഞ്ഞത്. പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലും പൈശാചികൻ്റെ മേലും രോഗത്തിൻ്റെ മേലും അവിടുന്ന് ക്രൂശിന്മേൽ ജയം കൊണ്ടാടി പൈശാചികൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം നമ്മൾ എന്തുമാത്രം നന്ദിയുണ്ട് നമുക്ക്. നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. നാം കർത്താവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഉൾക്കൊണ്ടൊന്ന് തുറന്ന് കിട്ടണ്ടേ? നമുക്ക് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം ഉണ്ടാകണ്ടേ? വീണ്ടും ദാവീദ് പാടുകയാണ്, പ്രാണനെ നിത്യ മരണത്തിൽ നിന്ന് രക്ഷിച്ചു, എൻ്റെ കണ്ണിനെ നിത്യ കണ്ണുനീരിൽ നിന്നും, ആ കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. വീണ്ടും പറയുന്നു, എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. വീഴ്ചയിൽ നിന്ന് എൻ്റെ കാലുകളെ രക്ഷിച്ചു. ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പാടി, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന എന്നെ വിടുവിച്ചു, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി ഇതായിരുന്നില്ലേ പ്രിയരെ? നമ്മെ ഓരോരുത്തരെയും കരുണയുള്ള കർത്താവ് ആ നാശകരമായ കുഴിയിൽ നിന്നും, പാപത്തിൻ്റെ കുഴിയിൽ നിന്നും, നിരാശയുടെ ചേറ്റുകുഴിയിൽ നിന്നും നമ്മെ വിടുവിച്ചു. നമ്മെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി സ്തുതി നമ്മുടെ നാവിൻ തുമ്പിൽ വരച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. നന്ദിയുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 12:28 വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:28. നാം എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? നാം എങ്ങനെയാണ് നന്ദിയുള്ളവരായി ജീവിക്കേണ്ടത്? നാം എന്തിനാണ് നന്ദിയുള്ളവരായിരിക്കേണ്ടത്? നമുക്ക് വായിക്കാം. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നമുക്കൊരു രാജ്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യമഹാരാജ്യം. നാം ഇവിടെ ഈ പിശാചിന് അധീനപ്പെട്ട് ഈ ഭൂമിയിൽ എന്നും ജീവിക്കേണ്ടവരാണോ? അല്ല. നാം വെറും പരദേശികളാണ് ഇവിടെ. നാം അറിയണം, നാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നാം പാപത്തിൽ മുഴുകി പിശാചിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ജീവിക്കേണ്ടവരാണോ? നമുക്കൊരു നിത്യരാജ്യം, ഇളകാത്ത രാജ്യം, അത് നമുക്ക് പ്രാപിച്ചെടുക്കണം. ബലാൽക്കാരികളാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. ബലാൽക്കാരികൾ ഈ ലോകത്തിലെ ബലം കൊണ്ടാണോ? അല്ല. പ്രാർത്ഥനയിൽ പോരാടി വിശുദ്ധിയെ തികച്ച് വേലയെ തികച്ച് നമുക്കും കർത്താവിൻ്റെ ആ ഇളകാത്ത രാജ്യത്തിൽ അംഗങ്ങളാകണം. പ്രിയപ്പെട്ടവരെ, അതിനായിട്ടാണ് നാം ഓരോരുത്തരെയും കരുണയുള്ള കർത്താവ് വിളിച്ച് ചേർത്തിരിക്കുന്നത്, ഈ വചനത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുന്നത്. ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നന്ദി കൊണ്ട് നിറഞ്ഞ്
യേശുവിനോടുള്ള സ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞ്, യേശുവിലുള്ള വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും അങ്ങ് നിറഞ്ഞ് നന്ദിയുള്ളവരായി നമുക്ക് ഈ നിമിഷം മുതൽ ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം പ്രിയപ്പെട്ടവരെ. ഉത്തമഗീതം 5:10 ആ ഇടയ കന്യക പറയുന്നുണ്ട്, എൻ്റെ പ്രിയൻ ആരാണ്? എൻ്റെ പ്രിയൻ അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, ആ 10,000ങ്ങളിലും അതിശ്രേഷ്ഠൻ. ആ സുന്ദരനായ ഇടയനെ എന്തുമാത്രം വർണ്ണിച്ചിട്ടും മതി വരുന്നില്ല. പിന്നെയുള്ളതൊക്കെ ആ യജമാനൻ്റെ ആ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത്. വീണ്ടും നാം കാണാം അതിൻ്റെ അവസാനം, അവൻ സർവാംഗ സുന്ദരൻ തന്നെ, അവൻ്റെ വായ മാധുര്യമുള്ള വചനമാണ് നമ്മുടെ പ്രാണപ്രിയനായ അരുമ മണവാളിൽ നിന്ന് ഒഴുകി വരുന്നത്. ആ മാധുര്യമുള്ള വചനം കേട്ട് നമുക്ക് വളരണ്ടേ പ്രിയപ്പെട്ടവരെ. ആ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് നിറയണ്ടേ, യേശുവിനുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് നിറയണ്ടേ. ആകയാൽ ഇളകാത്ത രാജ്യം നാം ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്നു. പേപ്പർ എടുത്താൽ കാണുന്നത് ആകെ ഇളകുന്ന സാമ്രാജ്യങ്ങൾ, ഇളകിമറിയുന്ന ഭരണകൂടങ്ങൾ, ഇളകിമറിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം നാം കാണുന്നു. പക്ഷേ ഒരു ഇളകാത്ത രാജ്യം, ഉറപ്പുള്ള രാജ്യം, നിത്യരാജ്യം, സ്നേഹത്തിൻ്റെ രാജ്യം, നമ്മുടെ കർത്താവ് ഭരിക്കുന്ന രാജ്യം. അവിടെ ദുഃഖമില്ല, കണ്ണുനീരില്ല, മരണമില്ല. കർത്താവ് തന്നെ വെളിച്ചമായി, നാം പ്രിയ കാന്തയായി അവൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഭരണം നടത്തുന്ന ആ നല്ല സുന്ദര നാളുകൾ, അത് നമുക്ക് സ്വപ്നം കണ്ടാൽ മതിയോ? പോരാ, അത് നമുക്ക് സ്വന്തമാക്കി തീർക്കണം. അതിനുവേണ്ടി നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക, ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക, ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുക. യജമാനൻ വരുമ്പോൾ നമ്മുടെ താലന്ത് ഇരട്ടിയായി മടക്കി കൊടുക്കത്തക്കവണ്ണം അവൻ്റെ പൊന്നു പാദപീഠത്തോട് ചേർന്നിരിക്കുക. നന്ദിയുള്ളവരാകുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നന്ദിയുള്ളവരായി വിശുദ്ധിയോടും ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ മുഴുവനായി അർപ്പണം ചെയ്യണം. ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നേർച്ചകളെ സകല ജനത്തിനും മുമ്പാകെ കഴിക്കുമെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സാക്ഷാത്തായ നേർച്ച? എന്താണ് നേർച്ച? നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആ 9 പേര് യാഗങ്ങൾ അർപ്പിക്കാനാണ് പോയത്. അവരും വാസ്തവത്തിൽ അകൃത്യയാഗം, ഹോമയാഗം, പാപയാഗം എല്ലാം, പാപപരിഹാരയാഗം എല്ലാം ഉണ്ട്, അച്ചട്ടായിട്ടെല്ലാം ഉണ്ട്. പക്ഷേ ആർക്കാണത് അർപ്പിക്കുന്നത്? അതവർക്ക് അറിഞ്ഞുകൂടാ. ആർക്കാണോ അർപ്പിക്കുന്നത് ആ യഹോവയായ ദൈവത്തിൽ നിന്നാണ് അവർ അകന്നകന്നു പോയത്. അത് ഒരിക്കലും വരാതെ സാക്ഷാത്തായ നേർച്ചയായി നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ പൊന്നു പാദപീഠത്തിലേക്ക് വെച്ച് കൊടുക്കുക. നാം അറിയണം യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന്, യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന്, നാം പിതാവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:12-13 വാക്യങ്ങളിൽ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവാൻ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം, സ്തോത്രയാഗം അർപ്പിക്കുന്നവരാകണം. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള സ്നേഹസ്വരൂപൻ്റെ പുത്രൻ തമ്പുരാൻ്റെ രാജ്യത്തിലാക്കി വെച്ച ആ രാജ്യത്തിലെ പ്രജകളാണ് നാം. സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗീയ പൗരത്വം നമുക്ക് ദാനമായി തന്നതാണ്. നാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കലഹിച്ചും ഭാരപ്പെട്ടും ഒന്നും ജീവിക്കേണ്ടവരല്ല. നാം കർത്താവിൻ്റെ പൊന്നു പാദപീഠത്തിലേക്ക് നമ്മെ സാക്ഷാത്തായ യാഗമായി, റോമർക്കെഴുതിയ ലേഖനം 12:1 പറയുന്നത് പോലെ, സഹോദരന്മാരെ, ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ്, അത് നാം അറിഞ്ഞ് അത് ഓർപ്പിച്ച് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും
ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ നേർച്ച. നമ്മൾ എത്ര പേര് നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ആ പൊന്നു പാദപീഠത്തിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നും രാവിലെയും വൈകിട്ടും സന്ധ്യായാഗവും പ്രഭാതയാഗവും നാം ചെയ്യാറുണ്ടോ? നാം വലിയ തിരക്കുള്ളവരായിരിക്കും. പക്ഷേ ഈ തിരക്കിൻ്റെ സമയത്തും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പൊന്നുപാദത്തിലേക്ക് ചേർന്ന് വന്നിട്ട് ആ പൊന്നുപാദം കെട്ടിപ്പിടിച്ചിട്ട്, കർത്താവേ, ആ പൊന്നുപാദം ആവോളം ചുംബിച്ചിട്ട്, കർത്താവേ, എനിക്ക് യോഗ്യതയില്ല, അർഹതയില്ല, എങ്കിലും ഞാൻ എന്നെ തന്നെ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നമ്മുടെ ഓരോ ശരീര അവയവങ്ങളെയും യാഗമായി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഓരോ നിമിഷത്തെയും, നമ്മുടെ ശിഷ്ടായുസിനെയും, നമ്മുടെ ഓരോ ആ ദിവസത്തെ മുഴുവനായും നമുക്കുള്ള ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ, മക്കളെ, കുഞ്ഞു മക്കളെ, നമുക്കുള്ള എല്ലാവരെയും, നമുക്കുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളെ എല്ലാം ദൈവം തന്ന ദാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മിലൂടെ കണ്ട ആത്മാക്കളെ മുഴുവനായി കർത്താവിൻ്റെ പാദത്തിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ ആ രണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നു. ഒന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. രണ്ടാമത്തെ വാക്യം, റോമർക്കെഴുതിയ ലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി നാം അറിയണം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്. നാം അറിയണം നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്. അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, നാം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനൊരു ശബ്ദം നമുക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഇതെല്ലാം നാം ഒന്ന് അനുഭവിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം അനുഭവത്തിൻ്റെ ജീവിതമാണ്, തത്വത്തിൻ്റെ ജീവിതമല്ല, അറിവിൻ്റെ ജീവിതമല്ല, ജ്ഞാനത്തിൻ്റെ ജീവിതമല്ല. ആരും പഠിപ്പിച്ചാൽ കിട്ടുന്നതല്ല, പഠിച്ചു കിട്ടുന്നതല്ല, അനുഭവിച്ചറിയുന്ന ജീവിതം. അത് നാം മാനസാന്തരത്തിനായി നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് മാനസാന്തരപ്പെട്ടുള്ള ജീവിതം നയിച്ച് ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിച്ച് ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇളകാത്ത രാജ്യത്തെ മാത്രം നോക്കി പാർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, മനസ്സലിവുള്ള തമ്പുരാനെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആ രാജ്യത്തിന് അവകാശികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കണ്ട കൃപയ്ക്കായി അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്കൊരുങ്ങണം, അനേകരെ ഒരുക്കണം. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, സ്തോത്രം.